ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം 8ാം ദശകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 8ാം ദശകത്തിലെ 4 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു. ആദ്യത്തെ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടു ബ്രഹ്മദേവന്റെ സൃഷ്ടി പ്രക്രിയ എങ്ങനെയാണ് തുടർന്നു വന്നത്. ബ്രഹ്മദേവൻ ഉറങ്ങി ഉണരുന്ന സമയത്ത് സകലതും വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നു. ചിരഞ്ജീവികളായിട്ടുള്ളവര് ഉറങ്ങി ഉണർന്ന പോലെ വീണ്ടും ജനിക്കുന്നു. അവരുടെ പ്രതീതി, അവർക്കുണ്ടാകുന്ന പ്രതീതി അതാണ്. അതിനുശേഷം ഭട്ടതിരിപ്പാട് പറയാണ്, ബ്രഹ്മദേവൻ തന്റെ ആയുസ്സിന്റെ പകുതിയോളം കഴിഞ്ഞു വന്നിരിക്കുകയാണ്. ആ പരാർത്ഥത്തില് അവസാന രാത്രിയില് സംഭവിച്ചതും ജനിച്ചതും അതിനുശേഷം ഈ പ്രഭാതത്തില് സംഭവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, ബ്രഹ്മദേവന്റെ രാത്രിയെയും പകലിനെയും കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയൊക്കെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം ഭഗവാനെ എന്ന് പറഞ്ഞിട്ടാണ് 4ാമത്തെ ശ്ലോകം നിർത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് 5ാമത്തെ ശ്ലോകത്തിൽ എന്താണ് ഭട്ടതിരിപ്പാട് പറയുന്നതെന്നാണ്. ചെറിയൊരു ശ്ലോകമാണ്, അത് ഒന്ന് ചൊല്ലിത്തരാം, നിങ്ങൾ കേട്ടു നോക്കൂ. അതിനുശേഷം നമുക്ക് അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് നോക്കാം. ദിനാവസാനേഥ സരോജയോനിഃ സുഷുപ്തികാമസ്ത്വയി സന്നിലില്യേ ജഗന്തി ച ത്വജ്ജഠരം സമീയുഃ തദേതമേകാർണവമാസ വിശ്വം. ദിനാവസാനേ അഥ സരോജയോനിഃ സുഷുപ്തികാമഃ ത്വയി സന്നിലില്യേ ജഗന്തി ച ത്വജ്ജഠരം സമീയുഃ തദാ ഇദം ഏകാർണവം ആസ വിശ്വം. ദിനാവസാനേ, ബ്രഹ്മദേവന്റെ ദിവസത്തിന്റെ അവസാനത്തില്, അഥാ സരോജയോനിഹി, സരോജയോനി എന്ന് പറയുന്നത് പത്മസംഭവൻ എന്നുള്ള അർത്ഥത്തിലാണ്. സരോജത്തിൽ നിന്ന് ജനിച്ചവൻ, സരോജം ആകുന്ന യോനിയിൽ നിന്ന് ജനിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, നമ്മള് ബ്രഹ്മദേവൻ ബ്രാഹ്മകൽപ്പത്തിന്റെ തുടക്കത്തില് ഭഗവാൻ ബ്രഹ്മദേവനായിട്ട് തീരുന്നു എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, അല്ലേ? സത്യലോകത്തില് ബ്രഹ്മദേവൻ ഭഗവാന്റെ പൊക്കിൾ കൊടിയിലെ താമരയിൽ നിന്നല്ല വന്നിരിക്കുന്നത്. ഇനി അത് പാത്മകൽപ്പത്തിലാണ് അങ്ങനെ ഒരു ബ്രഹ്മദേവന്റെ ജനനത്തെ കുറിച്ച് പറയുന്നത്. പക്ഷെ ബ്രഹ്മദേവന്റെ പര്യായം എന്നുള്ള രീതിയിലാണ് ഇവിടെ പത്മയോനിഹി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. സരോജയോനിഹി എന്നാണ് ഒരു പ്രയോഗമുള്ളത്. സുഷുപ്തി കാമഹ ത്വയി സന്നിലില്യേ. സുഷുപ്തി കാമഹ, രാത്രിയാകുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരുന്നത് പോലെ ബ്രഹ്മദേവനും ഉറങ്ങണം എന്നുള്ള പ്രതീതി ഉണ്ടാകുന്നു. അങ്ങനെ സുഷുപ്തി കാമനായിക്കൊണ്ട് ബ്രഹ്മദേവൻ ത്വയി സന്നിലില്യേ, നിൻ തിരുവടിയിലേക്ക് ലയിച്ചു. സന്നിലില്യേ, നിൻ തിരുവടിയിലേക്ക് അങ്ങ് ലയിക്കുകയാണ്. നന്നായിട്ട് ലയിച്ചു എന്നാണ് പറയുന്നത്. സന്നിലില്യേ, നന്നായിട്ട് സമ്പൂർണമായിട്ട് ഭഗവാനിലേക്ക് വന്ന് ലയിക്കുന്നു. എന്നിട്ടോ ജഗന്തീച്ച ത്വജ്ജഠരം സമീയുഹു. ജഗന്തി, ഈ ജഗത്തിലുള്ള സർവ്വതും, ഈ സർവ്വജഗത്തുക്കളും എന്ത് ചെയ്തു? ത്വജ്ജഠരം സമീയുഹു, അങ്ങയുടെ ജഠരത്തിലേക്ക്, അങ്ങയുടെ വയറ്റിലേക്ക്, അങ്ങയിലേക്ക് തന്നെ സമീയുഹു, അങ്ങയുടെ ജഠരത്തെ പ്രാപിച്ചു, അങ്ങയിലേക്ക്
ആ സകല ജഗത്തുക്കളും ലയിച്ചു എന്നുള്ള അർത്ഥമാണ് നമ്മൾ അതിൽ നിന്ന് ഗ്രഹിക്കേണ്ടത്. ഭഗവാന്റെ വയറ്റിലേക്ക് പോയി എന്നതിനെ കാണേണ്ടതില്ല, ഭഗവാനിലേക്ക് ലയിച്ചു എന്നെടുക്കാം. തഥാ ഇതം ഏകാർണവം ആസ വിശ്വം. അപ്പോൾ ഇതം, ഈ പ്രപഞ്ചം എന്താ? ഇതം ഏകാർണവം ആസ വിശ്വം. അതൊരു വലിയ കടൽ പോലെയായിട്ട് തീർന്നു, ഒറ്റ കടലായിട്ട് മാറി എന്നാണ് പറയുന്നത്. അവിടെ ശ്രദ്ധിക്കുക, കടൽ എന്ന് പറയുമ്പോൾ വെള്ളം മുങ്ങിപ്പോയിരിക്കുന്ന കടൽ എന്നുള്ള രീതിയിൽ എടുക്കരുത്, കാരണജലം എന്നുള്ള അർത്ഥത്തിലാണ് പറയേണ്ടത്. നാരായണൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാരം എന്നുള്ളത് ഈ കാരണജലമാണ്. കാരണജലത്തിൽ വ്യാപിച്ചിരിക്കുന്നവനാണ് നാരായണൻ എന്ന് പറയുന്നത്. ആ നാരായണൻ മാത്രമായിട്ട് ഭവിച്ചു, കാരണജലം മാത്രമായിട്ട് സകലം ഏകാർണവമായി തീർന്നു. അതിനെയാണ് നമ്മൾ പ്രളയം എന്ന് പറയുന്നത്. പാലാഴി എന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. അത് എവിടെയോ ഉള്ളൊരു കടല്, അവിടെ ബീച്ചും ഒക്കെയുള്ള ഒരു കടൽ എന്നുള്ള രീതിയിൽ അതിനെ കാണാൻ പാടില്ല. സർവപ്രപഞ്ചവും ഭഗവാനിൽ ലയിക്കുന്ന സമയത്ത് എന്താണോ അവശേഷിക്കുന്നത് ഭഗവാൻ മാത്രമാണ്. അതിനെയാണ് നമ്മൾ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സർവവും ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്നതിനെയാണ് കാരണജലം എന്നുള്ള അർത്ഥത്തിൽ ഏകാർണവം ഒറ്റക്കടലായി ഭവിച്ചു എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബ്രഹ്മദേവൻ ചെയ്തിരിക്കുന്നത്? ദിനത്തിന്റെ കഴിഞ്ഞ ദിനത്തെക്കുറിച്ച് പറയാം, രാവിലെ നടന്ന കാര്യങ്ങളെക്കുറിച്ചും പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട്. അപ്പോൾ കഴിഞ്ഞ രാത്രിയുടെ പകലിന്റെ അവസാനം, ദിനാവസാനേ ബ്രഹ്മദേവന് ഉറങ്ങണം എന്നുള്ള തോന്നലുണ്ടാകുന്നു. ആ ഉറങ്ങണം എന്നുള്ള തോന്നലിൽ ബ്രഹ്മദേവൻ ഭഗവാനിലേക്ക് ലയിക്കുന്നു. സകല ജഗത്തുക്കളും ഭഗവാനിലേക്ക് പൂർണ്ണമായും ലയിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള അവസരത്തില് ഈ പ്രപഞ്ചം മുഴുവൻ, ഈ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഒന്നിൽ ഭഗവാനിലേക്ക് ലയിച്ച് ഒറ്റക്കടലായി മാറി എന്നാണ് പറയുന്നത്. ഭഗവാനിൽ ലയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഒരു കുഞ്ഞു വസ്തു അല്ല, അല്ലേ? ഒന്ന് ചിന്തിച്ചാൽ മതി. ഭഗവാൻ എവിടെയോ ഇരിക്കുന്ന ഒരു കുഞ്ഞു രൂപമൊന്നും അല്ല ഭഗവാനിൽ ലയിക്കുക എന്ന് പറഞ്ഞാൽ. സർവവും ഭഗവാനിൽ ലയിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് എല്ലാം ഭഗവാനിൽ ലയിക്കുന്നത്? ആ അവസ്ഥയാണ് അവിടെ ഒറ്റക്കടല്, കാരണജലം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ പറയാറുള്ളത്. അങ്ങനെ ഭഗവാൻ സർവ്വതിനെയും സ്വന്തം ഉള്ളിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ നിദ്രയിലിരിക്കുകയാണ് എന്നുള്ള അർത്ഥം നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെയൊക്കെ പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചും അതിന്റെ കാലത്തിന്റെ ദൈർഘ്യത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായിട്ട് ഭാഗവതത്തിലൂടെ വ്യാസഭഗവാനും അതുപോലെ തന്നെ നാരായണീയത്തിലൂടെ ഭട്ടതിരിപ്പാടും ഒക്കെ നമുക്ക് വിവരിച്ചു തരുന്നത്. ഇതൊക്കെ എന്താ ഇപ്പോൾ അറിയാനുള്ളത് എന്നുള്ള തോന്നൽ വേണ്ട, കഥകളിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. ആ കഥകളിലേക്ക് കടക്കുമ്പോൾ ആ പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട്, അതിലേക്ക് നാരായണന്റെ വ്യാപ്തിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഭഗവത് ചരിതം കേൾക്കുമ്പോഴാണ് കൂടുതൽ മനോഹാരിത ഉണ്ടാവുക. ഞാനൊന്ന് ശ്ലോകം ചൊല്ലിത്തരാം, നിങ്ങളൊന്ന് ഏറ്റു ചൊല്ലുക. ദിനാവസാനേഥ സരോജയോനിഃ സുഷുപ്തി കാമസ്ത്വയി സന്നിലില്യേ ജഗന്തി ച ത്വജ്ജഠരം സമീയുഃ തദേതമേകാർണവമാസ വിശ്വം. തദാ ഇദം ഏകാർണവം ആസ വിശ്വം. സർവവിശ്വവും ഏകാർണവമായിട്ട് മാറി ബ്രഹ്മദേവൻ ഭഗവാനിൽ ലയിക്കുന്ന സമയത്ത് സർവപ്രപഞ്ചവും സർവജഗത്തുക്കളും ഭഗവാനിൽ ലയിച്ച് ഉറങ്ങുന്നു. അപ്പോൾ എല്ലാം ഒറ്റക്കടലായിട്ട് ഭാവത്തിലേക്ക് മാറി. അവിടെ വൈവിധ്യങ്ങളില്ല, നാനാത്വങ്ങളില്ല. അതാണ് നമ്മൾ പറയുന്ന നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. അത് ഭരണഘടന ഉണ്ടായതിനു ശേഷമോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രാജാവ് വന്നതിന് ശേഷമോ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ജനാധിപത്യം വന്നതിന് ശേഷമോ അല്ലെങ്കിൽ മതങ്ങൾ ഉണ്ടായതിനു ശേഷമോ ഒന്നും വന്നതല്ല. ഭാരതത്തിന്റെ ചരിത്രത്തില് എല്ലാം ചേർന്ന് ഒന്നിലേക്ക് ലയിക്കുന്നു. ഏകത്വം എല്ലാത്തിലും ഉണ്ട് എന്ന് നമ്മുടെ ആചാര്യന്മാര് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നമ്മളെ പഠിപ്പിച്ചതാണ്. എല്ലാം ചേർന്ന് ഒന്നായി മാറുന്നു. അതിൽ നിന്നെല്ലാം മാറി പുതിയ പുതിയ സംഭവങ്ങളായിട്ട് ജനിക്കുന്നു. ഒന്നായ നിന്നിൽ നിന്നും പലതും പലതും ഉണ്ടാകുന്നു.
ഗുണങ്ങൾ ഉണ്ടാകുന്നു. ആ ഗുണങ്ങളുടെ പല പല തരത്തിലുള്ള കൂടിച്ചേരലുകൾ കാരണം പല പലതായിട്ട് മാറുന്നു. അടിസ്ഥാനപരമായിട്ട് നോക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിലുള്ള സർവ്വതും ഒന്നിൽ നിന്നുണ്ടായതാണ്, ഒന്നാണ്, ഒന്നിലേക്ക് ലയിക്കേണ്ടതാണ്, ബാക്കി മുഴുവൻ മായയാണ് എന്ന് പറയും. നമുക്ക് തോന്നുകയാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. എന്നാൽ എല്ലാം ഒന്ന് മാത്രമേ ഉള്ളൂ. അതാണ് നാനാത്വത്തിൽ ഏകത്വം നമ്മൾ ദർശിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതൊക്കെ ഒന്ന് ആലോചിച്ചുകൊണ്ട്, ആനന്ദിച്ചുകൊണ്ട്, സന്തോഷത്തോടു കൂടി ഭഗവാനെ സ്മരിക്കുക. അതാണ് ഈ ശ്ലോകത്തിലൂടെ പറയാനുള്ളത്. ശ്ലോകം ചൊല്ലി പഠിക്കും എന്ന് വിചാരിക്കുന്നു. നമസ്തേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ